ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ വചനം 2 തിമോത്തിയോസ് അതിൻ്റെ 2:7-8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ വചനം നമ്മുടെ കേരളക്കരയിലെ മിക്കവാറും ഈ മധ്യ തിരുവിതാംകൂറിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാവുന്ന വചനമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ക്രിസ്തീയ മതവിശ്വാസി മരിച്ചാൽ അവൻ കള്ളുകൂടിയനായിക്കോട്ടെ, അവനെന്താണ് എല്ലാ ഇമ്മോറാലിറ്റി കൂടെ നടന്നവനായിക്കൊള്ളട്ടെ, അവൻ ഈ ലോകത്തിലെ ഏറ്റവും അധമനായിക്കൊള്ളട്ടെ, അവനെന്താണ് യേശുക്രിസ്തുവിനെ ദുഷിച്ച് മറ്റ് അന്യ ദൈവങ്ങളെ സേവിച്ച് അവനെന്താണ് എല്ലാവിധമായിരിക്കുന്ന ദുർഗുണങ്ങളും കൊണ്ട് മരിച്ചവനായിട്ട് ആത്മഹത്യ ചെയ്തവനുമായിക്കോട്ടെ, അവൻ്റെ ബന്ധുക്കളും അവൻ്റെ പുരോഹിതന്മാരും ഒക്കെ ഒരു നോട്ടീസ് അടിക്കും. ഇവൻ്റെ പടം വെച്ചിട്ട് ഒരു പേര്, അവൻ്റെ പേരും മേളിൽ എഴുതിയിട്ട് പറയും. അതിന് ഏറ്റവും മേളിൽ ഇവ അതിനെഴുതിയേക്കും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇത് എന്താണ്? അച്ഛന്മാരും തിരുമേനിമാരും മാത്രമല്ല, നമ്മുടെ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ വരെ ഇപ്പോഴേ ദൈവകൃപയെ അനുഭവിക്കാതെ പാപം ചെയ്ത് സഭയിൽ പ്രശ്നമുണ്ടാക്കിയ, ദൈവത്തിന് എതിർത്ത് നിന്ന് പാപിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായിട്ട് മരിച്ച സഭയിൽ വന്നതുകൊണ്ട് വഴി അവർ രക്ഷ പ്രാപിച്ചെന്നില്ലല്ലോ. അവരെന്താണ് സകല ദുർഗുണങ്ങൾ നിറഞ്ഞാണ് മരിച്ചെന്ന് ഈ പാസ്റ്റർക്ക് അറിയാമെങ്കിലും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ്റെ ശവമടക്കിന് പോയിട്ട് ഈ പാസ്റ്റർ പറയും, ഓ ഈ അച്ചായൻ നല്ലതായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കാര്യം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ നിത്യതയുടെ തീരത്ത് വെച്ച് ഇനി നമ്മൾ കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവനെ അടക്കിയിട്ട് പോരുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം ആരെഴുതിയാണെന്ന് അറിയാമോ? ഇത് പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് ശ്ലീഹ എഴുതിയാണ്. അത് പൗലോസ് ശ്ലീഹയെ പറ്റി തിമോത്തിയോസ് എഴുതിയല്ല, പൗലോസ് ശ്ലീഹയുടെ മരണത്തിന് തൊട്ട് മുമ്പ് താൻ പറഞ്ഞ സാക്ഷ്യമാണിത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ മുമ്പിൽ ഏറ്റവും തൊട്ട് മുമ്പിലാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തു. അപ്പോൾ ഞാൻ അല്പസമയത്തിനുള്ളിലോ അല്പ ദിവസത്തിനുള്ളിലോ മരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ കൊല്ലപ്പെടുകയാണ് പോവുകയാണ്. നീറോ ചക്രവർത്തിയുടെ വാളിൽ ഞാൻ ഇരയായി തീരുവാൻ പോവുകയാണ്. പക്ഷേ എനിക്കതിനകത്ത് ഭയമൊന്നുമില്ല. ഞാൻ എന്താണ്? നല്ല പോരാണ് ഇതേവരെ പൊരുതിയത്. ആർക്ക് വേണ്ടി? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ലോകത്തോട് ഞാൻ നല്ല പോർ പൊരുതി അധ്വാനിച്ചവനാണ്. പിന്നെന്താണ്? ദൈവം എന്നോട് പറഞ്ഞു, ഓട്ടം തികച്ചു, മതി മതി. എന്നോട് പറഞ്ഞു, മോനെ മതി, ഇനി നീ എൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. നമ്മൾ മുമ്പേ കണ്ട ഒരു വീഡിയോയ്ക്ക് അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഉത്തമം, ഞാൻ ഏറ്റവും കൊതിക്കുന്ന ക്രിസ്തുവിനോടുള്ള വാസത്തിനുള്ള സമയമായി, മോനെ മടങ്ങിപ്പോരെന്നാണ് എൻ്റെ കർത്താവ് പറയുന്നത്. ഞാൻ സന്തോഷവാനാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു സാക്ഷ്യമുണ്ട്. എന്താണ്? ഞാൻ നല്ല പോർ പൊരുതി, ലോകത്തിനെതിരെയും പാപത്തിനെതിരെയും എൻ്റെ സ്വന്തം ഇഷ്ടത്തിനെതിരെയും ഞാൻ നല്ലൊരു പോർ പൊരുതി. പിന്നെന്താണ്? അങ്ങനെ പോർ പൊരുതിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഓട്ടം തികയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഓട്ടം തികയ്ക്കണമെങ്കിൽ എന്താണെന്നറിയാമോ? ഒരു ശത്രുക്കളെ എതിർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശത്രു മനുഷ്യരല്ല, പിന്നെന്താണ്? ലോകം, പിശാച്, ജഡം. ഇതിനോടെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിലേക്ക് എന്നെ പൂർണ്ണനാക്കി നിൽക്കുന്ന ആ ദിവസം അടുത്തിരിക്കാൽ ഞാൻ അതിനുവേണ്ടി ഓടി അധ്വാനിച്ച് ഞാൻ ജയം പ്രാപിച്ച ഒരു മനുഷ്യനാണ്. എന്താണ്? അതിന് ഞാൻ എൻ്റെ വിശ്വാസത്തെ കാത്തതാണ്. എനിക്ക് ആദ്യമായിരിക്കും ഒരു വിശ്വാസം തന്നു. ഞാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് ജീവിക്കുന്ന ഒരു വിശ്വാസം തന്നുകൊണ്ട് ഈ അവസാന നിമിഷം വരെ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് ഞാൻ എന്താണ് ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ഇന്ന് ഈ മരണത്തിന്റെ തൊട്ടു മുമ്പ് വരെ കർത്താവ് എനിക്ക് തന്നെ വിശ്വാസത്തെ ഞാൻ കാത്തു. ആ വിശ്വാസം പോയി പോകുവാനോ ആ വിശ്വാസം ശത്രുക്കൾ കവർന്നു കൊണ്ടുപോകാനോ ഞാൻ അനുവദിച്ചില്ല. ഈ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പോരടിച്ചെന്നാണ് പറഞ്ഞത്. ഈ വിശ്വാസം കവർന്നു കളയുവാൻ ഈ ലോകത്തിൻ്റെ എല്ലാ ശക്തികളും എനിക്കെതിരെ ചുറ്റും നിന്നുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചവനാണ് എന്ന് സ്വന്തം സാക്ഷ്യമാണ്. അതായത് പ്രിയരെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. നാളെ നീറോ ചക്രവർത്തി എൻ്റെ കഴുത്ത് കട്ടിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? അതാ നോക്കുവിന്, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു സഭയോട് പറഞ്ഞില്ലയോ എന്താണ് ഇത്? അതായത് ഈ കാര്യം ജയിക്കുന്നവന് ഞാൻ നീതിയുടെ കിരീടം കൊടുക്കും. അപ്പം ഞാൻ ജയിച്ചവനാ. പൗലോസ് പറഞ്ഞു, ഞാൻ ജയിച്ചവനാ. വിശ്വാസത്തിന് വേണ്ടി പോരാടി അധ്വാനിച്ച് എൻ്റെ വിശ്വാസത്തിന് വേണ്ടി സകല ലോകത്തെ ഞാൻ കീഴടക്കിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നീതിയുടെ കിരീടം ദാ അവിടെ ഞാൻ കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കിരീടം കണ്ടുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത്. പിന്നെ എന്താണ്? അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അതവിടെ മേശപ്പുറത്തോ സ്റ്റൂളിലോ ഇരിക്കുന്നത് മാത്രമല്ല, അതവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കർത്താവ് എന്നാ തരുന്നതെന്നറിയാമോ? അത് നീതിയുള്ള ന്യായാധിപതിയായിരിക്കും നമ്മുടെ കർത്താവ് ആ ദിവസത്തിൽ. അതായത് നമ്മൾ ശരീരത്തിൽ ചെയ്ത നന്മയെങ്കിലും തിന്മയെങ്കിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ ദിവസം ഞാൻ വിറച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. ഞാൻ എന്താണ് ഉമിനീരിറക്കിക്കൊണ്ട് എന്താണ് ഭയന്ന് കൊണ്ടല്ല നിൽക്കുന്നത്. ഞാൻ നല്ല സന്തോഷത്തോടെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അവൻ ആ കിരീടം എൻ്റെ തലമേൽ വെക്കും. അത് നല്ല ഉറപ്പുണ്ട്.
അതുകൊണ്ട് ഞാൻ വിശ്വാസം കാത്തവനാണ്, അതിനുവേണ്ടി പോരാടി അധ്വാനിച്ചവനാ. ഇതെൻ്റെ സ്വന്തം സാക്ഷ്യമാണ്. പക്ഷേ എന്നിട്ട് പറഞ്ഞു, ഇത് എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് മാത്രമല്ല, ഞാൻ ഓടിയ പോലെ ഓട്ടം തികയ്ക്കുന്ന എല്ലാവർക്കും ദൈവം ഈ കിരീടം, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോ കിരീടം കരുതി വെച്ചിട്ടുണ്ടെന്നേ. അത് നഷ്ടപ്പെടുത്തില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. ആവട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സാക്ഷ്യം എന്നെപ്പറ്റി പറയുന്നത്, ഇപ്പം ഞാൻ മരണക്കിടക്കയിലാണെന്ന് കൂട്ടിക്കോ, ഞാനല്ല പ്രായം ചെന്ന് ഞാൻ എന്താണ്, അപ്പോൾ എൻ്റെ ബന്ധുക്കളെ ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്, നമ്മളങ്ങനെയാണല്ലോ, അയ്യോ അച്ചായൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഞാനൊന്നും പറയാതെ അയ്യോ ഞാൻ നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമോ എന്നുള്ള ഭയത്തോടും ഭാരത്തോടും കൂടി ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുകയാണെന്ന് വിചാരിച്ചോ? നാളെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ? പക്ഷേ ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ ഇതേ സാക്ഷ്യം എൻ്റെ പാസ്റ്ററും പറയും, ഈ ദേശത്തെ സകല മനുഷ്യരും പറയും, നല്ല പോർ വരുതി ഓട്ടം തികച്ച്. കാരണം ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നവനാണ്, എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് പറയും ഇവൻ നല്ലൊരു ഭക്തനായിരുന്നു പറയും. പക്ഷേ എൻ്റെ രഹസ്യ പാപങ്ങളെപ്പറ്റി എനിക്കല്ലേ അറിഞ്ഞുകൂടൂ, കർത്താവിനല്ലേ അറിഞ്ഞുകൂടൂ. എന്നാൽ നോക്ക് പ്രിയരെ, ഞാൻ മരിക്കുമ്പോൾ ഈ സാക്ഷ്യം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഇടത്തോടെ നെഞ്ചത്ത് കൈവച്ച് സകല മനുഷ്യരുടെ മുമ്പിൽ, സകല സാത്താൻ്റെ അധികാരികളുടെ മുമ്പിൽ നമ്മൾ പറയാൻ, ഈ വചനം പറയാൻ ധൈര്യം ഉണ്ടാകണം. അത് അച്ഛനോ തിരുമേനിയോ പാസ്റ്ററോ മറ്റുള്ള ബന്ധുക്കളോ അല്ല ഈ സാക്ഷ്യം പറയേണ്ടത്. ഈ സാക്ഷ്യം ഞാൻ തന്നെയാണ് എന്നെപ്പറ്റി പറയേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പറയേണ്ട സാക്ഷ്യമാണ്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെ നല്ല പ്രത്യാശയുള്ളവനായിട്ട് വേണം ഭൂമി ജീവിക്കാൻ. അതുകൊണ്ട് ഒരിക്കലായിട്ട് യൂദാപ്പസ്തലൻ പറയും, ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസമുണ്ടല്ലോ. കാരണം ഈ അതിവിശുദ്ധമായിരിക്കുന്നൊരു വിശ്വാസമാണ്, അത് ഒറ്റ തവണയായിട്ട് നമുക്ക് തരുന്നതാണ്. അതായത് ആ വിശ്വാസത്തെ ഇന്ന് കളഞ്ഞിട്ട് നാളെ പിന്നെയും പിടിച്ച് ഹൃദയത്തിൽ വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരിക്കലായിട്ട് തന്ന ഈ രക്ഷയെ നമ്മളെന്താണ് അഗണ്യമാക്കാതെ, ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാതെ നമ്മൾ അതിനുവേണ്ടി പോരാടി അധ്വാനിച്ച്, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും, ലോകം മുഴുവൻ നമ്മളെ വെറുത്താലും, ലോകത്തിൽ നമുക്കെന്നും കഷ്ടവും നഷ്ടങ്ങളും വേദനകളും മാത്രമേ ഉള്ളെങ്കിലും, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടി അധ്വാനിച്ചുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ളവർക്ക് വെച്ചിരിക്കുന്ന ആ പ്രിയം വെച്ചിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന ദേശത്തേക്ക് നമ്മൾ പറന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നു. ദൈവം നമ്മൾ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.